ഇപ്പൊ ഞാനുള്ളത് എന്റെ സ്വന്തം നാടായ മലപ്പുറം ജില്ലയിൽ പുളിക്കൽ പഞ്ചായത്തിലായിട്ടുള്ളത്. നീണ്ട 60 കൊല്ലക്കാലം കോൺഗ്രസും ലീഗും മാറി മാറി ഭരിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം അട്ടിമറയിലൂടെ LDF മുന്നണി ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത പുളിക്കൽ പഞ്ചായത്തിന് മുന്നിലാണ്. ഈ വരുന്ന 5 വർഷക്കാലം ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. ആ ജനങ്ങൾക്കിടയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. അവർ തീരുമാനിക്കട്ടെ ആര് ജയിക്കണമെന്നും ആര് തോൽക്കണമെന്നും. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് പുളിക്കൽ പഞ്ചായത്തിൽ 8ാം വാർഡായ ആലക്കപ്പറമ്പിലാണ്. അപ്പൊ ആലക്കപ്പറമ്പുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാലോ ഇവിടെ ഇപ്പൊ എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം നടന്നത്, ഇനി അടുത്ത 5 വർഷക്കാലം എന്തൊക്കെ നടക്കണം എന്നുള്ളതെന്ന് ചോദിച്ചു നോക്കാം. എന്താ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം? കഴിഞ്ഞ 5 വർഷത്തെ മോശം എന്ന് പറയാൻ ഞാൻ ഒരുക്കല്ല. കാരണം പിന്നെ ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ട് പല പദ്ധതികളും നിന്നിട്ടുണ്ട്. പിന്നെ ഇനി തുടർന്ന് പോകണമെങ്കിൽ ഇനിയും ഫണ്ട് വേണം. അപ്പൊ ഫണ്ട് ഗവൺമെന്റ് അതാത് സമയത്ത് കൊടുക്കാഞ്ഞാൽ ആരെയും പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ധാരാളം വികസനം വരേണ്ടതാണ്. വികസനം എന്ന് പറഞ്ഞാൽ വീടിന്റെ പേരിലും വെള്ളത്തിന്റെ പേരിലും വാഹനത്തിന്റെ പേരിലും ഗതാഗതത്തിന്റെ പേരിലും ഒക്കെ സൗകര്യങ്ങൾ ധാരാളം വരണം. ഇവിടെ പറഞ്ഞാൽ പുളിക്കൽ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വരും. ഒരു 17 സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരും. 17 കിട്ടുമോ? അത്ര കിട്ടോ? അതിന് യാതൊരു സംശയം. കഴിഞ്ഞ പ്രാവശ്യം അട്ടിമറൊക്കെ നടന്നാണ്. ആയിക്കോട്ടെ, ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇവിടെ കെട്ടിട വമ്പിച്ച കൂട്ടലല്ലേ കൂട്ടിയത്. പാവങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചത്. എന്താ ഇപ്പൊ നിങ്ങളൊക്കെ അഭിപ്രായം എന്താ? നമ്മൾക്ക് LDF വേണം. LDF വരണം. ഇവിടെ ഭരണം കിട്ടും. അപ്പം ഈ കഴിഞ്ഞ 5 വർഷം അടിപൊളിയായിരുന്നു. 8ാം വാർഡിലെ നമുക്ക് UDF വരണം. ഇവിടെ UDF വരണം. എന്താണ് ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു അനുഭവം? അനുഭവം ഇവിടെ കുറെ നമുക്ക് എല്ലാവർക്കും കാണാനല്ലേ. എന്താ പറ്റി ചെയ്ത ഇവിടെ ഒന്നും ചെയ്തില്ല എന്നാ പറയണേ? ഒന്നും ചെയ്തില്ല. ഭരണം വളരെ മോശമാണ് ഈ LDFന്റെ ഭരണം. അപ്പം അത്ര വല്ല UDF ഭരിച്ചിട്ട് ഇങ്ങനത്തെ ഗതികേടുണ്ടായില്ല. നിങ്ങളെ പേരെന്തേന്? ആള് പറഞ്ഞത് LDF വരണമെന്നാണ്. അതായത് ഇവിടെ 60 കൊല്ലം ഭരിച്ചിട്ട് ആ റോഡ് ഇല്ലാണ്ട് പോയി വെക്കാൻ മയ്യത്ത് വരെ കൊണ്ടാൻ വയ്യ. ഞാൻ ഇപ്പൊ ഒരു പെരെടുത്ത ആളാ. ആദ്യത്തെ പേർക്ക് 1500 റുപ്യന് ഉള്ളതിന് ഇപ്പത്തിന് 9000 റുപ്യ അടച്ച്. നികുതി ആണെങ്കിൽ മാർച്ചിലാണ് അടക്കണ്ട്. മാർച്ചിന്റെ ആദ്യം തന്നെ മുന്നോട്ട് പിരിപ്പിച്ചു. മാർച്ചിലൊന്നും നിൽക്കൂല. ഇത് ആദ്യം തന്നെ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും. പെരയൊന്നും വാങ്ങാം, നിർബന്ധിച്ച് വാങ്ങാം, ഇല്ലെങ്കിൽ വരുന്ന ചീത്ത പറയും ആൾക്കാരെ. അപ്പൊ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം യാതൊരു പിന്നെ റോഡൊക്കെ നോക്കിയപ്പോ തന്നെ റോഡ് പോരാന്നാണ് പൊതുവെ ഒരു അനുഭവം. പിന്നെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിനെ തുടർച്ചയായി ഭരിച്ചാല് എന്തായാലും ഒരു വികസനമോ കാര്യങ്ങളോ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. UDF വരട്ടെ. പഞ്ചായത്തിന് കുറച്ച് ഭരിക്കട്ടെ. UDF ലീഗോ ഒക്കെ ഭരിക്കട്ടെ. അപ്പൊ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിങ്ങളൊരു അനുഭവം വെച്ചിട്ട് എന്താ നിങ്ങളൊരു? കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഇപ്പം പിന്നെ നെടിയമ്പറമ്പിലെ വേസ്റ്റ് വരെ നമ്മളെ മലപ്പുറം ജില്ലയിലാണ് കൊണ്ടുപോയിടുന്നത്. പിന്നാണെങ്കിൽ നമ്മളെ ആത്മസുഹൃത്താണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളെ റസാഖ് വായ്പറോട്ട്. അതും അവര് ഭരിക്കുമ്പോൾ അപ്പൊ അതൊക്കെ നമുക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി. അതുകൊണ്ട് ഏതായാലും ഒന്ന് ഭരണം മാറി തന്നെ വേണം. കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണത്തെ കുറിച്ച് എന്താ നിങ്ങളൊരു വിലയിരുത്തല്? പറഞ്ഞാല് ഒരുപാട് നന്മ ചെയ്തതുകൊണ്ട് ചെയ്യാത്തതുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറെ പോരായ്മകൾ, ഇഷ്ടംപോലെ പോരായ്മകൾ ഉണ്ടാവും. അതൊന്നും നേരത്തെ പോയി തോന്നില്ല. നിങ്ങള് വോട്ട് എത്രാം വാർഡിലാണ്? 12ാം വാർഡ്. എന്താണ് നിങ്ങളൊരു അഭിപ്രായം? അടുത്തൊരു 5 വർഷം LDF വരുമോ അതല്ല UDFനെ തിരിച്ചു വരുമോ? എന്താണ് നിങ്ങളൊരു കാഴ്ചപ്പാട്? എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാല് വർഷങ്ങളായിട്ട് UDF ആണല്ലോ പുളിക്കൽ പഞ്ചായത്ത് ഭരിച്ചത്. കഴിഞ്ഞ 5 വർഷം അട്ടിമറയിൽ കൂടെ LDF വന്നു. LDF വന്നതിന് കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മളെ പഞ്ചായത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ UDFനെ വരുന്ന UDF വന്നപ്പോഴും എല്ലാക്കാരും മെല്ലപ്പോക്കാണ്. ഒരു പുളിക്കൽ പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ കൊട്ടപ്പുറം അങ്ങാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് പുളിക്കൽ പഞ്ചായത്തിൽ 5 മെമ്പർ ഉണ്ടായ സമയത്ത് കൊട്ടപ്പുറത്ത് ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, മീൻ മാർക്കറ്റ്. വളരെ ധാരണ. അപ്പോൾ പുളിക്കൽ, തുറക്കൽ, പള്ളിക്കൽ ബസാർ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മളെ കൊട്ടപ്പുറം മാർക്കറ്റിൽ നിന്ന് മീൻ കൊണ്ടുവരുന്നു. അന്ന് പുളിക്കൽ പഞ്ചായത്തിൽ 5 മെമ്പർമാരുണ്ടായിരുന്നു. ക്രമേണ അത് വികസിച്ച് 23-24 ആയപ്പോൾ കൊട്ടപ്പുറത്ത് മീൻ മാർക്കറ്റ് എന്ന സാധനം ഇപ്പം കാണാനില്ല. അതാണ് ഇപ്പോൾ 2 കൂട്ടരും ഭരിച്ചതിൻ്റെ ഒരു മേന്മയാണ് കാണുന്നത്. അപ്പൊ അത്ര നാടിനൊരു പുരോഗതി ഇല്ല 2 കൂട്ടരും ഭരിച്ചിട്ട്. അപ്പൊ പുതിയൊരു സംവിധാനം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
ഈ പുളിക്കൽ പഞ്ചായത്തിലല്ല, കേരളം മൊത്തം തന്നെ പുതിയൊരു മാറ്റം വരണം എന്നാണ് എൻ്റെ. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ പ്രാവശ്യം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. കാരണം 56 വർഷത്തെ UDF ഭരണത്തിൽ നമ്മൾ താരതമ്യപ്പെടുമ്പോൾ ഈ 5 വർഷം വികസനത്തിന്റെ കുതിപ്പായിരുന്നു. പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളും 21 വാർഡുകളിലേക്കും ഒരു വിവേചനം കൂടാതെ വികസനം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇന്ന് UDF മുന്നോട്ട് വെക്കുന്നത് ഈ വികസനത്തെ പറ്റി എന്തെങ്കിലും UDF ചർച്ച ചെയ്യാനുണ്ടോ? UDF ചർച്ച ചെയ്യപ്പെടുന്നില്ല. UDF എവിടെയാ ചർച്ച ചെയ്യപ്പെടുന്നത്? UDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒന്ന് ആട് ചത്ത വിഷയമാണ്. ഒരു ആട് പഞ്ചായത്ത് കൊടുത്തിട്ടുള്ള ആട് ചത്ത വിഷയം മാത്രമാണെന്ന് UDF മുന്നോട്ട് വെക്കാനുള്ളത്. അത് തന്നെ ആട് ചത്ത് കഴിഞ്ഞാൽ ആ ചത്ത കുടുംബത്തെ ആർക്കാണോ പിന്നെ ആട് കിട്ടിയിട്ടുള്ളത്, അവർ ആ ആട് ചത്ത് കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് മുഖേന അവർക്ക് ആ ചത്ത ക്യാഷ്, എന്താണ് ആടിന് മുടക്കിയിട്ടുള്ള ക്യാഷ് അവർക്ക് കിട്ടും. മറ്റൊന്ന്, വികസനം എവിടെയും UDF സംബന്ധിച്ചിടത്തോളം വികസനം ചർച്ച ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് 21 വാർഡിനകത്തും ഒരു വിവേചനവും കാണിക്കാതെ നല്ല വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ 21 വാർഡ് മെമ്പർമാരും ഇന്ന് എല്ലാ വാർഡിനകത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഈ രീതിയിലേക്കുള്ള ഒരു ബോർഡ് വെക്കാൻ UDF മെമ്പർമാർക്ക് സാധിച്ചിട്ടില്ല. കാരണം അവർ ഭരിച്ചിരുന്ന സമയത്ത് പോലും വികസനത്തിന്റെ ബോർഡ് വെക്കാൻ UDF മെമ്പർമാർക്ക് നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ട്. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കാലയളവിൽ വികസനത്തിന്റെ ബോർഡുകൾ അവർ വെച്ചിരിക്കുക. കാരണം എന്താ? നല്ല രീതിയിൽ വികസനം എല്ലാ മേഖലയിലും എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തുടർച്ചയായിക്കൊണ്ട് പഞ്ചായത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തുടർ ഭരണമാണ്. ആ തുടർ ഭരണത്തിന് ആവശ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ട്രെൻഡ് 24 വാർഡിനകത്തും നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പുളിക്കൽ പഞ്ചായത്തിന്റെ വളർച്ചക്ക് നിലവിൽ എന്ത് വേണം? നമ്മുടെ ഇടതുപക്ഷം വരേണ്ടതുണ്ട്. ആ തുടർ ഭരണം പഞ്ചായത്തിൽ സാധ്യമാകുമെന്നാണ് പറയാനുള്ളത്. ആര് തന്നാലും ഒക്കെ കണക്കാണ് ഇവിടെ. എല്ലാവരും നാട് ആര് വന്നാലും നാട് തന്നാണോ? നമുക്ക് ജോലി നമുക്ക് കിട്ടുള്ളൂ. ആരും ഒക്കെ കണക്കന്നെ. പുളിക്കൽ പഞ്ചായത്തിലെ 2ാം വാർഡ് ഇത്രയും സങ്കടകരവും ഇത്രയും ദയനീയമായിട്ട് ഒരു ആൾക്കാരുടെ കയ്യിൽ നിന്ന്, ഒരു വോട്ടർമാരുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല. ഈ റോഡിന്റെ അവസ്ഥ അത്രയും പരിതാപകരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് വരുന്നുണ്ടെന്ന് കേട്ടപ്പോ തന്നെ ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും അവരുടെ പ്രതിഷേധം അവർ ഇതിൽ അറിയിക്കുന്നതും. 2ാം വാർഡിലെ UDF മെമ്പറായിരുന്നു, പഞ്ചായത്ത് ഭരിച്ചത് LDF ആണ്. പക്ഷെ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ ഈ നാട്ടുകാർ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഒന്നും കൂടെ മനസ്സിലാവും. അപ്പൊ നമുക്ക് നാട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഈ റോഡ് വളരെ മോശമാണ്. അങ്ങാടിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരില്ല. ഒരു അസുഖമായിട്ട് ഒരു രോഗി കടന്ന് കാണിച്ചാൽ എടുത്തു കൊണ്ടുപോകണം അവസ്ഥയാണ്. ആര് ഭരിച്ചാലും എന്തായാലും അത് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഈ റോഡ് നന്നായി കിട്ടിയാൽ മതി. വേറെ ഒന്നും ഇവിടെ സ്കൂൾ കുട്ടികളുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം. കാരണം എനിക്ക് 3 ചെറിയ മക്കളാണ്. ഇപ്പൊ അവര് അരൂര് സ്കൂളിലാണ് കുട്ടികള് പഠിക്കുന്നത്. പക്ഷെ ഈ കുട്ടികളെ വണ്ടി വരാത്ത കാരണം ഞങ്ങൾ കുട്ടികളെ നടത്തി കൊണ്ടുപോവാണ്. രാവിലെയൊക്കെ സമയത്ത് ആ റോഡിന്റെ സൈഡില് നല്ല ചളി വന്നിട്ട് കുട്ടികളെ ഓരോരുത്തർ എടുത്ത് പൊന്തിച്ചിട്ടാണ് അപ്പുറത്തേക്ക് എടുത്ത് കടത്തുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതുവരെ ഒരേ തന്നെ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ആര് വന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഈ റോഡ് റെഡിയാക്കി തരുന്നവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭാഗമുള്ള 2 ഭാഗം, മോൾ ഭാഗം 2 ആയിട്ടുണ്ട്, താഴെ ഭാഗം 4 ആണ്. ഈ 2 വാർഡിലെ ആളുകളും ആരും വോട്ട് ചെയ്യാൻ തയ്യാറല്ല. വെറുതെ ആരും ഇവിടേക്ക് വരും വേണ്ട. ഇതിനൊരു നല്ല നിലപാട് എടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വോട്ടിന് പോവുകയുള്ളൂ. നമ്മൾ എപ്പോഴും നല്ല അസുഖമുള്ള ആളാണ്. അപ്പൊ നമുക്കൊരു വണ്ടി കിട്ടണം വെച്ചെങ്കിൽ ഒരു വണ്ടി വരില്ല, ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് വണ്ടി കിട്ടും വേണം. അപ്പൊ ഇത് ആര് വലിച്ചാലും വേണ്ടില്ല, നമുക്ക് ആശുപത്രിക്ക് പോകാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്ത് തരുമെങ്കിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ആർക്കും വോട്ട് ചെയ്യൂല. പുതിയോർത്തുപറമ്പ് അരൂര് വരെയുള്ള റോഡ് ഒരുപാട് കാലമായി ഞങ്ങൾ കഷ്ടപ്പെടുന്നു. ഇപ്പൊ കല്ല് പൊന്തിയിട്ടും വണ്ടിയിലെ തട്ടുമ്പോത്തിന് ഞങ്ങളെ ഇന്ന് വീണ് പോവാണ്. പുതിയോർത്തുപറമ്പിൽ കൂടെ ഇതിലും വരാൻ വയ്യ, അരൂര് കൂടെ അതിലും വരാൻ വയ്യ. കുട്ടികളാണെങ്കിൽ സ്കൂൾക്ക് പോകുമ്പോ നായ്ക്കൾ വൈത്തല കൂടിയിട്ട് ഇവിടുന്ന് നടന്നു പോകാൻ വയ്യ. അത് അരൂര് വരെ ഒരു കൊണ്ടയാക്കി കൊടുക്കുകയാണ്. നായ്ക്കളെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് അതും പൊറുതിമുട്ടാണ്. കുറെ വട്ടമൊക്കെ നമ്മള് മെമ്പർമാര് മറ്റവരൊക്കെ വിളിച്ചപ്പോ നന്നാവും എന്ന് പറഞ്ഞ്, പിന്നെ അതിന്റെ നന്നാക്കുന്ന ആൾക്കാരെ നമ്പർ തന്ന് അവർക്കും ഞാൻ വിളിച്ചു നോക്കിനി. അപ്പൊ പറഞ്ഞ് തൽക്കാലം JCB കൊണ്ടുവന്ന് നിങ്ങൾക്കിപ്പം വണ്ടി പോകാൻ പറ്റിയ ഒരു രീതിയിൽ ഞങ്ങളാക്കി തരും പറഞ്ഞു. അപ്പൊ നമ്മളത് ചോദിച്ച് ഇതുവരെ നിന്ന് ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഇല്ല, ഓല് വന്നിട്ടില്ല. ഓലെ പാർട്ടിക്കാര് വന്നാണ്. അപ്പൊ അവര് പറഞ്ഞ് നമ്മള് ജയിക്കുകയാണെങ്കിൽ തുടർന്നുള്ളതൊക്കെ നമ്മൾ ചെയ്ത് തരും എന്നുള്ള ഉറപ്പോല് പറഞ്ഞാണ്.
പക്ഷെ നമുക്ക് അതുവരെ ഞങ്ങൾക്ക് ഒന്നും ആക്കി തന്നിട്ടില്ല. ഈ 5 കൊല്ലക്കാലം ഓൽക്ക് തരാൻ പറ്റാത്ത ഉറപ്പ് ഈ ഒരു 4-5 ദിവസത്തിന് വേണ്ടി തരാൻ പറ്റും. തരുന്ന പോലെ പറഞ്ഞത് മഴ ആയിട്ടാണ് ധാർ വർക്കിംഗ് ചെയ്യാത്തത് എന്നാണ് അവര് നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മള് തൽക്കാലം വണ്ടി പോകാൻ നിൽക്കത്തോരാക്കി തരാന്ന് പറഞ്ഞിനി. അപ്പൊ അതുവരെ ചെയ്തിട്ടില്ല. സാധനം കുറച്ചവിടെ കൊണ്ടുപോയി ഇറക്കിന്. അതിന് കുണ്ടന്മാർക്കൊന്നും ഒഴിവിട്ടാഞ്ഞിട്ടായി ഒരു തോന്നുന്നുണ്ട്, അതും നന്നാക്കിയിട്ടില്ല. അപ്പൊ അത് ഫുള്ളും നമുക്ക് നന്നാക്കി തരണം എന്നുള്ളത് ഇപ്പൊ എല്ലാരും ഇവിടെ എല്ലാരും വോട്ട് ചെയ്യൂല എന്നുള്ള അഭിപ്രായമാണ്. അതിൽ നമ്മളും യോജിക്കണ്. എല്ലാവർക്കും വേണ്ടിയതാണ് റോഡ്. ഇന്നാള് ഞാനും പിന്നെ ഇവളും എന്റെ അടുത്തിക്കണ സൂറയും ഞങ്ങളോട് ഹോസ്പിറ്റലിൽ നിന്ന് ഏസാൻ കൊടുക്കുമ്പോൾ നടന്നാ പോകുന്നത്. ഒരൊറ്റ ഓട്ടോക്കാരും വിളിച്ചിട്ട് പോകുന്നില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ ഇതുവരെ നടന്നാ പോകുന്നത്. അതും നമ്മൾ അൻവറിനോട് വിളിച്ച് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഓട്ടോക്കാർ വരുന്നില്ല, ഞങ്ങൾ നടന്നാ പോകുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ലൊരു പ്രതീക്ഷ ഞങ്ങള് കരുതണ്. ഞങ്ങൾ ഈ ചോലക്കരക്കുന്നത്ത് റോഡ് മുഴുവനായിട്ട് തന്നെ നന്നാക്കി വേണം. എന്നാലേ ഞങ്ങളെ ഉണ്ടാവുള്ളൂ. നേട്ടം തന്നെ പറയാനുള്ളൂ. കാരണം ഈ 5 വർഷം കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ 5 വർഷം ഇടതുപക്ഷം ഭരിക്കുന്നത്. ഈ 5 വർഷം കൊണ്ട് ഇവിടെ പ്രതിപക്ഷത്തുള്ള 9 മെമ്പർമാരുണ്ട്. അവര് വരെ ഇന്ന് വോട്ട് ചോദിക്കുന്നത് പുലിക്കൽ പഞ്ചായത്തിലെ ഭരണത്തിന്റെ നേട്ടം പറഞ്ഞു കണ്ടാണ്. അതുകൊണ്ട് വികസനം പറഞ്ഞിട്ട് മാത്രമാണ് ഈ 9ാം വാർഡുള്ള ഈ 9 മെമ്പർമാരും വോട്ട് ചോദിച്ചിറങ്ങുന്നത്. അതിന് മാത്രം പുലിക്കൽ പഞ്ചായത്ത് ഈ 5 വർഷം കൊണ്ട് നമ്മൾ മാറ്റിയാണ്. 30 വർഷമായിട്ട് കെട്ടിക്കിടക്കുന്ന എല്ലാ സംഗതി 5 വർഷം കൊണ്ട് ഇത് ആർക്കും ഇന്നേ വരെ പ്രതിപക്ഷത്തുള്ള ഒരു മെമ്പർ പോലും വികസനം ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ പഞ്ചായത്തിൽ വർത്താണ്ടാക്കിയില്ല. ആകെ വിഷയം ഉണ്ടാക്കിയത് ഒരു ആടാണ്. അത് ആരാ ഉണ്ടാക്കിയത്? പാലാട്ട് ഷെരീഫ് എന്ന വ്യക്തി. ആ വ്യക്തിന്റെ മൊത്തം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ആ വ്യക്തി എത്രത്തോളം ഉണ്ടെന്ന്. ഇവിടെ വയോധികരെ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് ഒരു ടൂറ് കൊണ്ടുപോയിനി. അതിന് പറ്റാണ്ട് മൂപ്പര് പറഞ്ഞതൊക്കെ മൂപ്പരെ ഓരോ വീഡിയോ കണ്ടങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതമ്പറഞ്ഞ മോശപ്പെട്ട വർത്താനാണ് മൂപ്പര് പറഞ്ഞതെന്ന്. അപ്പൊ ആ വ്യക്തി ഉണ്ടാക്കിയ വിവാദമാണ്. പിന്നെ ഇവിടെ വേണ്ട ഈ UDFന്റെ ഓരോ ഈ സുബൈദാത്ത 30 വർഷമായിട്ട് പഞ്ചായത്തിലും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയുന്ന ഒരു മെമ്പറാണ്. ആ മെമ്പറെ കുറിച്ചാണ്ട് എന്തൊക്കെ അവർ പറഞ്ഞുണ്ടാക്കുന്നത്? വാർഡ് 11-ൽ 1.5 കോടി റുപ്യന്റെ വികസനം നടത്തിയിട്ട് ഒരു വികസനം നടത്തിയില്ല എന്ന് പറഞ്ഞാണ്ട് ഇപ്പോഴും നടക്കുക. പച്ചപ്പട ഗ്രൂപ്പിലും ഓരോ സ്ഥിരം പരിപാടിയാണ്. ഈ 5 വർഷം കൊണ്ട് ഈ പുലിക്കൽ പഞ്ചായത്ത് മാറിയത്ര ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാരെ ഈ പഞ്ചായത്ത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളും വികസനം പറഞ്ഞു തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. ഇനിയും തുടരണം. ഇടതുപക്ഷം തന്നെ നമ്മൾ ഇന്നേ വരെ ജനാധിപത്യ രീതിയിൽ വോട്ട് ചോദിച്ചു വാങ്ങാം. കളവും കള്ളത്തരം ഒഴിവാക്കിയിട്ട് മാന്യമായ രീതിയിൽ വോട്ട് ചോദിച്ചിറങ്ങി ജനാധിപത്യ രീതിയിൽ ജയിച്ച് നേടാൻ നോക്കി. ഈ കള്ളത്തരം ഒഴിവാക്കുക. കൊണ്ടോട്ടി മണ്ഡലത്തിൽ 1ാം സ്ഥാനത്താണ് ഇപ്പോൾ പുലിക്കൽ പഞ്ചായത്തിനാണ് ഈ കൊണ്ടോട്ടി ബ്ലോക്കിൽ ഏറ്റവും 1ാം സ്ഥാനം കിട്ടിക്കണത്. അതെന്താണ്? വികസനം കൊണ്ടാണ്. ഈ വികസനം പറഞ്ഞിട്ടാണ് ഇന്ന് പ്രതിപക്ഷത്തുള്ള മെമ്പർമാരും അത് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പും ഫേസ്ബുക്കും കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം. ഈ പ്രതിപക്ഷത്തുള്ള മെമ്പർമാർ വരെ എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങണമെന്ന്? ഈ ഭരണനേട്ടം പറഞ്ഞിട്ടാണ്, വികസനം പറഞ്ഞിട്ടാണ്. അതാണ് നമ്മളെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ബലം. ഈ 5 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്തത്. അത് ഇനിയും നേടാൻ എല്ലാവരും നല്ല ഈ കള്ളന്മാരെ വലയിൽ വീകാതെ നല്ലോണം ചിന്തിച്ച് ആര് വന്നാലാണ് വികസനം കിട്ടുക, ജനങ്ങൾക്ക് ആര് വന്നാലാണ് ഉപകാരം കിട്ടുക, നല്ലോണം ചിന്തിച്ച് വോട്ട് ചെയ്യുക. അത് നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ. പ്രിയപ്പെട്ട 20ാം വാർഡിലെ പ്രിയമുള്ള എൻ്റെ വോട്ടർമാരെ, ഞാൻ നിലവിൽ 18ാം വാർഡിലെ മെമ്പറായിരുന്നു. ഇപ്പോൾ ഈ വാർഡിൽ മത്സരിക്കുകയാണ്. ഞാൻ ഇതുവരെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ ജനങ്ങളിലേക്കും താഴെത്തട്ടിൽ ഇറങ്ങിക്കൊണ്ട് എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്നും PN അഷ്റഫ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എൻ്റെ ചിഹ്നമായ കുട അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിച്ചയക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പുലിക്കൽ പഞ്ചായത്ത് 12ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന M സുബൈദയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. 20 വർഷമായിട്ട് തുടർച്ചയായി ഈ പഞ്ചായത്തില് ഒരംഗം എന്നുള്ള നിലയിൽ ഈ 5 വർഷ ഭരണ മികവാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ ഇടതുപക്ഷ ഭരണസമിതി അധികാരം ഏൽക്കേണ്ടത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ഓക്കെ. അപ്പോ ഏകദേശം എത്ര സീറ്റ് കിട്ടുന്നതാണ് പുലിക്കൽ പഞ്ചായത്തിൽ LDFനൊരു സാധ്യത?
ഭരണം കിട്ടും, നിലനിർത്തും. ഭരണം നിലനിർത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. തീർച്ചയായിട്ടും അത് നിലനിർത്തും. അതിനുള്ള എല്ലാ ശ്രമവും ശ്രമം ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ, എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. കഴിഞ്ഞ തവണ പുളിക്കൽ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയെ മലർത്തിയടിച്ച വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച LDF-ന്റെ സാരഥിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്രാവശ്യം വാർഡ് 21 LDF-ന്റെ സ്ഥാനാർത്ഥിയായി വീട് നിൽക്കുകയാണ് PN അഷറഫ്കയോട് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ് നിങ്ങളൊരു കാഴ്ചപ്പാട്? പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ഭരണസമിതിയിൽ 17-ാം വാർഡിൽ മെമ്പറായിരുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ വികസന കാര്യത്തിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലുപരിയായി ഇനി 21-ാം വാർഡിലേക്കാണ് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നത്. അവിടെയും വികസനം എന്തെന്നാലും കൊണ്ടുവരും എന്ന് തന്നെയാണ് എനിക്ക് കുറച്ച് പറയാനുള്ളത്. കാരണം വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഒരു വലിയ ഒരു നേട്ടമാണ്. അത് നമ്മുടെ പുളിക്കലിലും കുറച്ച് വികസനങ്ങൾ ചെയ്യാനുണ്ട്. ഓട്ടോറിക്ഷക്കാരെയൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് ഒതുക്കി അവിടെ നമുക്കൊരു അംഗനവാടി വരെ നമ്മൾ 21-ാം വാർഡിൽ കൊണ്ടുവരാനുള്ള സജീവ പ്രവർത്തനത്തിൽ നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടാവും ചെയ്യും. നാടിന് നല്ലത് ചെയ്യാൻ, സത്യത്തിന്റെ നേരെ നിൽക്കാനും നമ്മൾ തയ്യാറായിട്ട് കൊണ്ട് തന്നെയാണ് ഈ വാർഡിൽ ഇറങ്ങിയിട്ടുള്ളതിന്. അതിന് എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കണം, വോട്ട് ചെയ്യണം. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൊടയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് സൗഫീന. കൊണ്ടോട്ടി ബ്ലോക്ക് പുളിക്കൽ ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെയും വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 5 വർഷമായിട്ട് ആളുകളുടെ ഇടയിൽ ഞാനുണ്ട്. എല്ലാവരെയും നേരിട്ട് കണ്ടുവന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുളിക്കൽ പഞ്ചായത്ത് 20-ാം വാർഡ് UDF-ന്റെ കരുത്തയായ സാരഥി ആഷിറ നൗഷാദാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. ഈ വാർഡിന്റെ സമഗ്ര വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് വാർഡിന്റെ മുക്കിലും മൂലയിലും എത്തുന്ന വികസനമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. പിന്നെ നമുക്കറിയാലോ, പുളിക്കൽ പഞ്ചായത്തിനും ഈ ആലിങ്ങൽ, കൊട്ടപ്പുറം ഈ സ്ഥലങ്ങൾക്കൊക്കെയുള്ള പഴയ പ്രതാപം, അതിന്റെയൊക്കെ ഒരു വീണ്ടെടുപ്പ്, കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ, അതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആഷിറ നൗഷാദിന്റെ വോട്ടഭ്യർത്ഥനയുമായിട്ട് അതിരാവിലെ വാർഡുകളിൽ കയറിയാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും ഉണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും ഞങ്ങളോടൊപ്പം ഉണ്ട്. നല്ല സമർത്ഥയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ വാർഡിൽ, മുട്ടയൂർ വാർഡിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. നാടിന്റെ വികസനം മാത്രമല്ല, ഈ ആലുങ്ങലിന്റെ സൗഹൃദമൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമല്ല, ഈ 2 സർക്കാരിനോടുള്ള വല്ലാത്ത ഒരു പ്രതികാരമായിട്ടാണ് ഞങ്ങൾ കയറി ചെല്ലുന്ന ഓരോ വീടുകളിൽ നിന്ന് ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വമാണ് ആശ്രയെ സ്വീകരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ UDF-നകത്തുണ്ടായിരുന്ന വേണ്ടത്ര ഒരു കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് UDF-ന് ഈ പഞ്ചായത്ത് നഷ്ടപ്പെട്ടത്. 60 വർഷക്കാലം UDF-ആണ് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന കാലഘട്ടങ്ങളിലും UDF-ന് ഭരിക്കും. UDF-ന്റെ പൊന്നാമ്പുരം കോട്ടയാണ് പുളിക്കൽ പഞ്ചായത്ത്. അപ്പൊ ഈ വാർഡ് നിലവിൽ LDF-ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പോരായ്മകളെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുളിക്കൽ പഞ്ചായത്തിൽ ഏറ്റവും മനുഷ്യത്വപരമായിട്ട് പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാതലായ പ്രവർത്തകനായിരുന്നു റസാഖ് പയമ്പറോട്ട്. നിങ്ങൾക്കറിയാം, ഒരു സാഹിത്യകാരനാണ്. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യ സ്മാരകത്തിലെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഈ പഞ്ചായത്തിനകത്ത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ കൂടുതൽ എന്ത് പറയണം? മാത്രമല്ല, DYFIന്റെ ലോക്കൽ സെക്രട്ടറി സമരം ഇരുന്നത് കൊണ്ടോട്ടി പുളിക്കൽ പഞ്ചായത്തിന്റെ മുന്നിലാണ്. CPIന്റെ മെമ്പറും അവിടെ സമരം നിന്നു. ഇത് ചരിത്രത്തിലാണ്. ആ പാർട്ടി ഭരിക്കുമ്പം അവിടെ തന്നെ അവർക്ക് നീതി ലഭിക്കുന്നില്ല. പിന്നെ സാധാരണക്കാർക്ക് എവിടുന്ന് നീതി ലഭിക്കും? മാലിന്യ സംസ്കരണത്തില് ആസ്പത്രിയുടെ മാലിന്യങ്ങളൊക്കെ ഒരു പക്ഷത്ത് ഈ പുളിക്കൽ പഞ്ചായത്തിലെ കോറികൾ നിക്ഷേപിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. മറുപക്ഷത്ത് നമ്മളോട് നീതി വാങ്ങുന്ന പണം ഉപയോഗിച്ച് അതിന്റെ മാലിന്യം മാറ്റാൻ വേണ്ടി നാട്ടുകാർ സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ഇത് ഏറ്റവും വലിയ പോരായ്മയല്ലേ? നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ, ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇടതുപക്ഷക്കാർ തന്നെ ഈ മാലിന്യം കൊണ്ടുവന്നിടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അത് മാറ്റാൻ നമ്മളെ പണം ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയും വളരെ മോശപ്പെട്ട ഒരു മാലിന്യ സംസ്കരണം സംഭവിച്ചത്. പിന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പഞ്ചായത്ത് മറ്റൊരു പഞ്ചായത്തിന് 18 മാലിന്യം മാറ്റണം എന്ന് പറഞ്ഞാൽ ചെമ്മഞ്ചേരി പഞ്ചായത്ത് പുളിക്കൽ പഞ്ചായത്തിന് 25,000 ഉറുപ്പിക അടക്കേണ്ടി വന്നു. പുളിക്കൽ പഞ്ചായത്ത്. ഇതൊക്കെ ചരിത്ര സംഭവങ്ങളല്ലേ? ആടുകൾ കൊടുത്തോടത്ത് തന്നെ അഴിമതി ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. വളരെ
ആരോഗ്യമില്ലാത്ത ആടുകളെ കൊടുക്കുക. അതുപോലെ ഒരു ആട്ടുകുട്ടിന് 1.5 ലക്ഷം രൂപ. ഇത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു ആടിനെ ആട്ടുംകൂട് ഉണ്ടാക്കി കൊടുക്കുന്നു. 45 ലക്ഷം രൂപ പശുത്തൊഴുത്ത് ഉണ്ടാക്കുന്നു. ഒരു 4 ലക്ഷം രൂപ ഉണ്ടായ പാവപ്പെട്ടവന് വീടുണ്ടാക്കാൻ അതിനുള്ള പദ്ധതികളില്ലാത്ത ഒരു നാട്. വളരെ എന്തായാലും ഇപ്രാവശ്യം ഭരണം മാറിയേ പറ്റൂ. മാറിയേ പറ്റുന്നില്ല, മാറിയിരിക്കും, സംശയമില്ല, തർക്കമില്ലാത്ത കാര്യം. ഓക്കെ, എല്ലാവിധ ഭാഗങ്ങളും. ഓക്കെ, താങ്ക് യു. പുളിക്കൽ പഞ്ചായത്തിൽ 4-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് CM കുഞ്ഞുമുഹമ്മദാണ് എൻ്റെ പേര്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ UDFന്റെ ഒരു ഉരുക്കുപാട്ടായിട്ടാണ് ഈ വാർഡുകളിലൊക്കെ ഒരു ചരിത്ര വിജയമായിട്ട് വലിയ വിജയത്തിലാണ് ഇവിടെ ജയിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു വൻ വിജയം ഇവിടെ ഉണ്ടാക്കും. നാടിന് ഒരുപാട് വികസനങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുൻ മെമ്പർ CP ശങ്കരനായിരുന്നു. അദ്ദേഹം നല്ല വികസനം വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇനിയും ഒരുപാട് ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങളൊരു വൻ വിജയം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ വിജയിപ്പിക്കണം. എൻ്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ വിജയത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കൊണ്ട് നിർത്തുന്നു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണത്തിൽ ഒട്ടേറെ അഴിമതികളും മാഫിയ ഭരണങ്ങളൊക്കെ നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലും അതുപോലെ പത്ര റിപ്പോർട്ടൊക്കെ കണ്ടതാണ്. അതിൽ നിന്ന് മാറ്റി ഒരു ചരിത്രപരമായ ഭൂരിപക്ഷം നൽകി ഈ പഞ്ചായത്ത് നമുക്ക് തിരിച്ചു പിടിക്കണം. ഞാൻ ഫസീല നാസർ, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വോട്ടും എനിക്ക് വേണം. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും, ഞാൻ വാക്ക് തരികയാണ്. പുളിക്കൽ പഞ്ചായത്ത് 4-ാം വാർഡ് LDFന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീധരേട്ടനാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ശ്രീധരേട്ടന് 2 വാക്ക് നമ്മോട് പറയാണ്. പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് 6 പതിറ്റാണ്ടിലേറെയായിട്ട് UDFന്റെ ഭരണത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. ഈ 5 വർഷം പുളിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ എടുത്തു പറയുന്ന നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ ആയുർവേദ ഡിസ്പെൻസറി 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടൊരു കെട്ടിടം ഉണ്ടാക്കി അവിടെയാണ് ഇപ്പം അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. പഴയ ബിൽഡിങ് ഒളിഞ്ഞു വീഴാറായ ബിൽഡിങ്ങാണ്. അതിന് പുറമെ തന്നെ അവിടെ സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 1.25 കോടി രൂപ വെച്ച് വലിയ കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമായ ഒരു കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ FHC പിന്നെ ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് ഉയർത്തുകയും പഴയ PHC ഉയർത്തുകയും 24 മണിക്കൂറും അവിടെ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുകയും ചെയ്യാം. അവിടെയും തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടൊരു പുതിയ കെട്ടിടം നിർമ്മിക്കുകയും അവിടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ സബ് സെൻ്ററുകൾ വെൽനസ് സെൻ്ററുകളായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം, ഒളവട്ടൂർ മേഖലയിലെ അരൂര് സബ് സെൻ്ററിലൊക്കെ മാസത്തിലൊരിക്കൽ പിന്നെ മരുന്ന് വിതരണം നടക്കുകയാണ്. ഈ പിന്നെ അസുഖമുള്ളവർക്ക് മരുന്ന് കൊടുക്കുന്ന സംവിധാനം ഇപ്പം അരൂര് വെൽനസ് സെൻ്ററിലൊക്കെ ഉണ്ട്. അപ്പോ എന്തായാലും ഈ LDF മുന്നണി അതുപോലെ തന്നെ മൃഗാശുപത്രി ഏകദേശം പിന്നെ പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിലായിരുന്നു. അതിനും പുതിയ കെട്ടിടം നിർമ്മിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബഡ്സ് സ്കൂള് ഈ പുളിക്കൽ പഞ്ചായത്തിലെ ആളുകളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. നമ്മളെ ഇവിടെയുള്ള പിന്നെ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ മറ്റ് പഞ്ചായത്തുകളിലേക്ക് പോയിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് ഒരു 35 ലക്ഷം രൂപയിലേറെ ചെലവഴിച്ചുകൊണ്ടൊരു കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ പ്രവർത്തനം നല്ല ഭംഗിയായി നടക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റ് മേഖലകളിലൊക്കെ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് പുളിക്കൽ പഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിന് വലിയ ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പുളിക്കലയിലെ എല്ലാ അങ്ങാടികളിലും ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ള മേഖല 8000-ലധികം കണക്ഷനുകളാണ് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും അതുപോലെ തന്നെ നമ്മളെ പ്രായമായവർക്കുള്ള പിന്നെ ഒരു സ്ഥാപനം പുളിക്കൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും നല്ല നേട്ടങ്ങൾ കഴിഞ്ഞ 6 പതിറ്റാണ്ടിൽ പിന്നെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം പുളിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലം എന്ന് തന്നെ അറിയപ്പെടാം. അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ജനവിധി തേടുന്നത്. വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. കാർഷിക മേഖലയിൽ ഒട്ടനവധി പ്രവർത്തനം ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് പോത്തുകുട്ടി വിതരണം അതുപോലെ തന്നെ ആട് വിതരണമൊക്കെ നടന്നിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ആട് വിതരണം അത് നല്ല പിന്നെ വെറൈറ്റി ആടുകൾ, നല്ല ഹൈബ്രിഡ് ജനുസിൽപ്പെട്ട ആടുകളെയാണ് കൊടുക്കാൻ നല്ല പിന്നെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ അത് ചെറിയ കുട്ടികളാണ്. അതിൻ്റെ ജനുസും അതിൻ്റെ പിന്നെ ഗുണവും ഒക്കെ ആലോചിച്ചുകൊണ്ടാണ് അതിൻ്റെ പിന്നെ സാമ്പത്തിക പൈസയൊക്കെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പിന്നെ ഗുണഭോക്താക്കൾക്ക് ആ ആടിനെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ അത് വാങ്ങാതിരിക്കുക. പക്ഷേ അത് പിന്നെ വിതരണം ചെയ്ത നല്ല ജനുസ് ചില കുട്ടികൾ ചെറുതായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിൽ വേറെ എടുത്തു പറയത്തക്ക യാതൊരു പോരായ്മയും അതിലൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ പ്രതിപക്ഷത്തിന് ഒരായുധം കിട്ടാത്തതിന്റെ ഫലമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു വ്യാജ ആരോപണം മാത്രമാണ്. പിന്നെ ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായി പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന നല്ല ഭരണത്തിനും അതിന് തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ആലാട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന KP ശ്രീധരൻ എന്ന എനിക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലും അതുപോലെ തന്നെ 2ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഉസ്ന ടീച്ചർക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലും വോട്ട് ചെയ്യണമെന്ന് വളരെ വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ്. 30 വർഷം UDF ഭരിച്ചപ്പോൾ 50 വർഷം UDFന്റെ കയ്യിൽ 5 വർഷം ഓല എടുത്ത് കിട്ടിയപ്പോൾ ഒരു വ്യക്തിഗത ആനുകൂല്യങ്ങളാക്കി പഞ്ചായത്തിന് വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് പഞ്ചായത്തിൽ എന്നുള്ളതാണ്. അത് പ്രതിഷേധം ഞങ്ങൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ കാണിച്ചു കൊടുക്കും. പിന്നെ ഇതില് മാറ്റം വേണം, ഞങ്ങൾ മാറ്റിയിരിക്കും. UDF വരണം മാറ്റിയിരിക്കും. പിന്നെ പഞ്ചായത്തില് ഒരു ആത്മഹത്യ വരെ ചെയ്ത് അത് തന്നെ ഒരു ഭരിക്കണ പാർട്ടിന്റെ ആള് പഞ്ചായത്തിൽ തൂങ്ങി മരിച്ച് അത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിന്റെ പിടിപ്പികളുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് കൊണ്ടുവന്ന് കോറിയിൽ തട്ടി ഇതൊക്കെ പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ 60-65 വർഷമായിട്ട് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ആയിരുന്നു. 2020 ഒരു അട്ടിമറിയിലൂടെ ഭൂമാഫിയ കോറി മാഫിയ ആളുകളെ ഉപയോഗിച്ചിട്ട് പണം കൊണ്ട് നേടിയെടുത്ത ഒരു താൽക്കാലിക വിജയമാണ് പുളിക്കൽ പഞ്ചായത്തിലെ കഴിഞ്ഞ 2020 മുതൽ 2025 വരേണ്ടത്. ആ ഭരണം പിടിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജീവിതം തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ച റസാഖ് പയമ്പ്രോട്ട് എന്ന് പറഞ്ഞ ആള് ഒരു പരിസ്ഥിതി പ്രശ്നമായിട്ട് ഒരു വിഷയമായിട്ട് ഭരണസമിതിയെ സമീപിക്കുകയും ആ ഭരണസമിതിയുടെ ഇച്ഛാശക്തി പൈസക്കാരുടെ കൂടെ ആയതുകൊണ്ട് ആ പാവപ്പെട്ട സഖാവ് മരണവും ഒരു സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇടവഴിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് വയോജനങ്ങളെ ടൂർ കൊണ്ടുപോയതിന്റെ പേരിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു ഹരിത പഞ്ചായത്ത് എന്ന പേരിൽ സംസ്ഥാനത്ത് മാലിന്യം കൊണ്ടുപോയി കളഞ്ഞതിന് ഫൈൻ കൊടുത്ത പഞ്ചായത്ത് എന്ന ബഹുമതിയും ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമുക്ക് നേടിത്തന്നത്. തീർച്ചയായും ഇതിൽ നിന്നൊരു മാറ്റം വേണം. ആ മാറ്റം ഈ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്ത് ഏറ്റവും വിലക്കുറവുള്ള ക്വാളിറ്റി കുറഞ്ഞ ആടുകളെ കൊണ്ടുവന്നിട്ട് പഞ്ചായത്തിലെ ആളുകൾക്ക് കൊടുത്തു. ഇപ്പം ഒരു പനി പിടിച്ചിട്ട് തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ആട് കിട്ടിയിട്ടുണ്ടെന്നാണ്. കാരണം വസന്തരോഗം പിടിച്ച ആടുകളെയാണ് ഇവർ കൊടുത്തത്. 9300 രൂപയാണ് ഒരു ആടിന്റെ വില. ആ ആട് തന്നാല് ഒരു 5 കിലോ 6 കിലോ തൂക്കമില്ലാത്ത ആടുകളാണ് കൊടുത്തത്. നമ്മൾ അടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിൽ പകുതിയിൽ കൂടുതലും ചത്തുപോയി വസന്തരോഗം പിടിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ശങ്കരേട്ടൻ നല്ല രൂപത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത്തവണ ശ്രീധരേട്ടനും കുഞ്ഞുമുഹമ്മദൊക്കെയാണ് മത്സരിക്കുന്നത്. ഇവിടെ കാലാകാലങ്ങളിലായിട്ട് ഇപ്പൊ UDF വാർഡാണ്. അപ്പം ഇത്തവണ LDF വരണം എന്ന ഒരാഗ്രഹമുണ്ട്. പിന്നെ മാറ്റം പിന്നെ ശ്രീധരേട്ടൻ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പാർട്ടിയും ജാതി മത ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വരണം എന്ന് ആഗ്രഹമുണ്ട്. രണ്ടുപേരും നല്ലതാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ശ്രീധരേട്ടൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. മാറണം. എപ്പോഴും ഒരേ ഇതിൽ തന്നെ പറ്റില്ലല്ലോ. ഒരു മാറ്റം വരണം. അതെ മാറ്റം വരണം. പുളിക്കൽ പഞ്ചായത്ത് 60 കൊല്ലത്തോളം ഭരിച്ചതിന്റെ ശേഷം ഇവർക്ക് ഭരണം കിട്ടിയതാ. പക്ഷെ ഈ ഓരോരോ വിഷയം എടുത്തു വെക്കുക. ഇവർക്കിപ്പോ 1ാം നമ്പർ സമ്മാനം കിട്ടിയെന്നൊക്കെ പറയും. ഇവിടെ മാലിന്യത്തിലാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടേക്കാർ ഒരു പഞ്ചായത്തിന് ഫൈൻ അടക്കണേ. കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത് 15,000 രൂപ ഇവരോട് ഫൈൻ അടപ്പിച്ച്. പിന്നെ വളരെ വേദനാജനകമായിട്ടോ സംഭവം എന്താ വെച്ചാൽ ഇവരെടുത്ത് കാട്ടുന്നത് ബഡ്സു സ്കൂളാണ്. ഈ ബഡ്സു സ്കൂളിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഡ്സു സ്കൂളിന് 43 ലക്ഷത്തോളം പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. 1250 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗാ. അവിടെ പോയി വെക്കി അതിനുള്ള മുതൽ അവിടെ ഉണ്ടോന്ന്. പിന്നെ അത് മാത്രമല്ല 20 ലക്ഷം റുപ്യ അവിടെ ഫർണിച്ചറിന് ചെലവാക്കിയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൽ വലിയൊരു പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ആ സ്ഥലം കൊടുത്തത് ബഹുമാനപ്പെട്ട KP ഹുസൈനാജിന്റെ മക്കള് അദ്ദേഹത്തിന്റെ പരലോക ഗുണത്തിന് വേണ്ടിയാ. അവിടെ ഉദ്ഘാടന ചടങ്ങിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിച്ച ഒരു പോസ്റ്ററിൽ പോലും
ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജിന്റെ ഒരു പോസ്റ്റർ ഫോട്ടോ പോലും വെക്കാൻ തയ്യാറായില്ല. ആ ഫലകത്തിൽ അദ്ദേഹത്തിന്റെ പേര് പോലും ഇല്ല. നമ്മളിത് ഒന്നും പറയാൻ ആഗ്രഹിച്ചല്ല, പറയാ. പിന്നെ അതുപോലെ തന്നെ മാലിന്യ വിഷയം ആന്തിർക്കുന്നിൽ 25 ലോഡോളം ടോറസ് മാലിന്യം കൊണ്ടുപോയി തട്ടി. അതിന് സമരം നടത്തുന്ന CPM-ഉം CPI-യും അടക്കം വരുന്ന ആളുകൾ പഞ്ചായത്തിന്റെ മുന്നിൽ പോയി സമരം നടത്തുക. CPI-ന്റെ ലോക്കൽ സെക്രട്ടറി അവിടെ കടന്നു ഉരുണ്ടി സമരം നടത്തുക. ആട് വിഷയത്തിൽ ഭയങ്കര അഴിമതിയാ. 20 ലക്ഷം ഉറുപ്പ്യോളം പുളിക്കൽ പഞ്ചായത്ത് അഴിമതി നടത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായി തെളിഞ്ഞതാ. ഒരു നാടിന് ആവശ്യമുള്ള ഒരു വികസന പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. പിന്നെ ഒരു വെല്ലുവിളിയായിട്ട് പറയാം, ഇവിടെ വരാൻ സംശീർണം കൊണ്ടുവന്നിട്ട് 300ഓളം വീടുകളുടെ താക്കോല് കൊടുത്ത്, ആ താക്കോല് കൊടുത്ത 300 വീടുകൾ ഏതാന്ന് ഇവർ കാണിച്ചേറ്റേ. അങ്ങനെ ഒരു വീടുകളില്ല. അതുപോലെ തന്നെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, അന്ന് താക്കോല് വാങ്ങിയ ആളുകൾ ഇപ്പോഴും തറ കെട്ടാത്ത ആളുകളെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെ തികച്ചും പരാജയപരമായിട്ടുള്ള ഒരു ഭരണമാണ് 5 കൊല്ലം പുലിക്കൽ പഞ്ചായത്ത് നടത്തില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവിടുത്തെ പ്രസിഡന്റ് ഇപ്പൊ മത്സരിക്കുന്നുണ്ടോ? ജനറൽ സീറ്റ് ഉണ്ട് വലിയറിഞ്ഞ്, എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇവരുടെ ഭരണത്തിന്റെ പോരായ്മയാണ് ഇപ്പൊ റസാഖിന്റെ അഞ്ചം ജമാൽ പൈമ്പറോട്ട് മത്സരിക്കുന്നേ. അവിടെ ലോക്കൽ സെക്രട്ടറിക്ക് വോട്ട് പിടിക്കാൻ വീടുകളിൽ കയറി ഇറങ്ങാൻ ജമാൽ പൈമ്പറോട്ട് കൊണ്ട് നടക്കൂല. ഇങ്ങനെ ഇവരുടെ നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഒരേ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തികച്ചും പരാജയപ്പെട്ട ഒരു ഭരണകൂടാണ് 5 കൊല്ലം ഉളിക്കൽ പഞ്ചായത്ത് CPM ഭരിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. പല രീതിയിലുള്ള അഴിമതികളും പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന ഈ 5 വർഷം നമ്മളെ UDF തന്നെ പഞ്ചായത്ത് ഭരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ഭരണം ഇനിയുള്ള വർഷം കാഴ്ചവെക്കുമെന്നും UDF-ന്റെ ഭരണം നല്ല ജനങ്ങൾക്ക് ഉതകുന്ന രൂപത്തിലുള്ള ഒരു ഭരണമായിരിക്കുമെന്നും ഞാൻ അഭിപ്രായപ്പെടുന്നു. എന്തുകൊണ്ട് പുളിക്കൽ പഞ്ചായത്തില് വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരണം എന്നുള്ളത് ഒരു ചെറിയ കാരണം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ പുളിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന 16-ാം വാർഡിലെ മെമ്പറായിരുന്ന നമ്മുടെ സുനീറ വഹാബ് എന്ന് പറയുന്ന പ്രസിഡന്റ്, അദ്ദേഹം 5 വർഷം പൂർത്തീകരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു ജനസമക്ഷം ഒരു കുറിപ്പിറക്കിയിരുന്നു. ആ കുറിപ്പിൽ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ ആ ബഹുമാന്യ പറയുന്ന ഒരു കാര്യമുണ്ട്. വാർഡിൽ ഒരാൾക്കും സ്വന്തമായി വീട് നൽകാൻ സാധിച്ചില്ല എന്നത് ഒരു തീരാ നഷ്ടമായി അവശേഷിക്കുന്ന കാര്യമാണ്. ഒന്നുകൂടി പറയാം, വാർഡിൽ ഒരാൾക്കും സ്വന്തമായി വീട് നൽകാൻ സാധിച്ചില്ല എന്നത് ഒരു തീരാ നഷ്ടമായി അവശേഷിക്കുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി കാരണം ഞങ്ങളുടെ 5 വർഷം പഞ്ചായത്തിൽ വെറും 31 പേർക്ക് മാത്രമേ വീട് നൽകാൻ സാധിച്ചിട്ടുള്ളൂ. ഒരിക്കൽ കൂടി, സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി കാരണം ഞങ്ങളുടെ 5 വർഷം പഞ്ചായത്തിൽ വെറും 31 പേർക്ക് മാത്രമേ വീട് നൽകാൻ സാധിച്ചിട്ടുള്ളൂ. ഈ വിഷയം മാത്രമാണ് പുളിക്കൽ പഞ്ചായത്തിൽ വീണ്ടും എന്തുകൊണ്ട് ഇടതുപക്ഷം, മറ്റ് വികസനങ്ങളെല്ലാം തന്നെ ഉണ്ട്, റോഡായാലും ബഡ്സ് സ്കൂളായാലും കുടിവെള്ള പദ്ധതികളുടെ വലിയ തോതിലുള്ള അതിലൂടെയുള്ള വികസന പ്രവർത്തനം എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ഈ ഇതില് സൂചിപ്പിച്ചു പോകണം, ഈ ഒരു കാര്യം 31 വീടുകൾ 5 വർഷം കൊണ്ട് പുളിക്കൽ പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ളൂ. 5 വർഷം കൊണ്ട്. അത് LDF-ന്റെ പ്രവർത്തകരല്ല, CPM-ന്റെ നേതാക്കന്മാരല്ല പറയുന്നത്. ഈ UDF-ന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആള് അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തന കാലയളവിൽ ഇറക്കിയിട്ടുള്ള ഒരു കുറിപ്പിൽ സൂചിപ്പിക്കാനുള്ളത്, 5 വർഷം സ്വന്തം വാർഡിൽ ഒറ്റ വീട് കൊടുത്തിട്ടില്ല എന്നുള്ളതും, മൊത്തം പുളിക്കൽ പഞ്ചായത്തിൽ 21 വാർഡിൽ 32 വീടാ കൊടുത്തിട്ടുള്ളതും എന്നാണ് ആ സുഹൃത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് വികസനം എന്ന് പറയുന്നത്. അതിന് ശേഷം നടന്ന 5 വർഷക്കാലം ഒരു വാർഡിൽ മാത്രം 30-നടുത്ത വീടുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പുളിക്കൽ പഞ്ചായത്തിൽ മാത്രം 300-ലധികം വരുന്ന കുടുംബങ്ങൾക്ക്, അതായത് 5 വർഷം UDF ഭരിച്ചിരുന്ന പുളിക്കൽ പഞ്ചായത്തിൽ 32 വീട് കൊടുത്തപ്പോൾ 5 വർഷം ഇടതുപക്ഷം ഭരിച്ച അതേ UDF കുറ്റപ്പെടുത്തിയ ലൈഫ് പദ്ധതിയിലൂടെ 300-ലധികം വരുന്ന കുടുംബങ്ങൾക്കാണ് വീട് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് പുളിക്കൽ പഞ്ചായത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്. 5 വർഷം UDF ഭരിച്ച കാലഘട്ടത്തിൽ 5 വർഷം ഇടതുപക്ഷം ഭരിച്ച കാലഘട്ടത്തിലുള്ള മാറ്റം വലിയ തോതിൽ 10 മടങ്ങ് ആനുകൂല്യങ്ങളാണ്, വീടുകളാണ്. വീട് മാത്രം പറയുന്നത്, കൂടുതൽ വികസന കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് രേഖ സഹിതം പുളിക്കൽ പഞ്ചായത്തിൽ ഈ മുൻകാലങ്ങളിൽ ഇറക്കിയിട്ടുള്ള രേഖ സഹിതമാണ്, UDF ഇറക്കിയിട്ടുള്ള രേഖ സഹിതമാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു പോയിട്ടുള്ളത്.
നമ്മള് പുളിക്കൽ പഞ്ചായത്ത് 1-ാം വാർഡിലേനി, ഇപ്പൊ 2-ാം വാർഡിലുള്ളത്. അപ്പൊ 2-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം നേട്ടം തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ അന്ന് 1-ാം വാർഡിലേക്ക് പോയി. 1-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടായില്ല. പുളിക്കൽ പഞ്ചായത്ത് 5 കൊല്ലം നമുക്ക് നഷ്ടപ്പെട്ടതാ. പിന്നെ ഇപ്പം 2-ാമത് പുളിക്കൽ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. അത് യാതൊരു സംശയമില്ല, തിരിച്ചു കിട്ടും എന്നുള്ളത് ഞങ്ങൾ 100% ഉറപ്പുമാണ്. ഞാൻ മുനീർ വില്ലുകാരൻ, പുളിക്കൽ പഞ്ചായത്ത് കൊടികുത്തിപ്പറമ്പ് 16-ാം വാർഡ് UDFന്റെ സ്ഥാനാർത്ഥി. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പുളിക്കൽ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഭരണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായ ഭരണമായിരുന്നു. നമുക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് ഉള്ള സംവിധാനങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അതിനുള്ള ഫണ്ട് ലാപ്സായി പോയി. അതുപോലെ പഞ്ചായത്ത് വേറെ സ്ഥലത്തുള്ള ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തള്ളാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു, ആന്തിയൂർ കുന്നിൽ. അപ്പോൾ അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ആ ഒരു ഭരണസമിതിക്ക് എതിരെയാണ് ഇപ്രാവശ്യം നടക്കുന്ന ഈ ഇലക്ഷനിൽ എല്ലാവരും അതിന് തയ്യാറായി നിൽക്കുകയാണ്. പഞ്ചായത്തിൽ നിന്ന് ആട് വാങ്ങാൻ കൊടുത്തു 9,600 രൂപ കൊടുത്തിട്ട് 650 രൂപ കൊടുത്തിട്ട് ആട് വാങ്ങിയിട്ട് യാതൊരു ഉപകാരമില്ല. അത് 30 കിലോ തൂക്കത്തിലുണ്ടെന്ന് വാങ്ങിയ ആടുംകുട്ടി ഇവിടുത്തെ ത്രാസ് വെച്ച് ഇവിടുത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പനി പിടിച്ചിട്ട് അതിന് കൂടെ ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട് ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ ഇറച്ചി വിലക്ക് തൂക്കുവിലക്ക് കൊടുക്കാൻ വന്നിട്ട് ആൾ വന്ന് വളരെ 3,500 രൂപ വില കണ്ട് ആടിന്. ആ 2 ആടിന് വില കണ്ട് 3,500 രൂപ. അങ്ങനെ ഇവിടെ ഒരു ആട് ചത്ത്, 2-ാമത്തെ ആട് സുഖമില്ലാതായിട്ട് 60 കൊടുത്ത് കഴിച്ചിലാക്കിയ അതിൽ തുച്ഛമായ പൈസ എന്നിട്ട് ആട് കൊണ്ടുപോയത്. ഇവിടെ നമ്മളെ പരിധിപ്പെട്ട 2-3 വീട് അവസ്ഥകൾ അങ്ങനെ ഉണ്ട്. പോയി കണ്ടതാ ഞാൻ. ആട് ഒന്ന് ചത്തിട്ടും ഒന്ന് ചാകാൻ കിടക്കുന്ന അവസ്ഥയിലൊക്കെ കണ്ട്. ഇതാണ് പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആ പൈസ ഇനി തരുന്നു പറയണ്ട് ഏത് രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഐഡിയ ഇന്ന് വരെ നമുക്കില്ല. സാധാരണക്കാരുടെ അവസ്ഥയാണ് പഞ്ചായത്ത് ഇത് കൂട്ടുക കാര്യങ്ങൾ. ഞാൻ കൈപ്പെങ്കൽ മൊയ്തീൻ, പുളിക്കൽ പഞ്ചായത്തിൽ 14-ാം വാർഡ് മുഴങ്ങൂരിൽ നിന്ന് മത്സരിക്കുന്ന UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ചിഹ്നം കൊടയാണ്. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. നിങ്ങളും നിങ്ങളുടെ കുടുംബവും വേണ്ടപ്പെട്ട എല്ലാവരും എന്നെ ജയിപ്പിക്കണം. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും ഈ 5 വർഷം. പുളിക്കൽ പഞ്ചായത്തിലെ 13-ാം വാർഡ് തലേക്കര വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് ഞാൻ. ജംഷീർ പൈമ്പ്രോട്ട് എന്നാണ് എൻ്റെ പേര്. ചുറ്റിക അരിവാൾ നക്ഷത്രത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ ചുറ്റിക അരിവാൾ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ള പുളിക്കൽ പഞ്ചായത്ത് 13-ാം വാർഡിലെ പ്രവർത്തകരെ, നാട്ടുകാരെ, വോട്ടർമാരെ, ഞാനിവിടെ 13-ാം വാർഡിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡിൽ മത്സരിക്കുകയാണ്, ജനവിധി നേടുകയാണ്. അടുത്ത വരുന്ന ഡിസംബർ 14-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം 10-ാം വാർഡിൽ മത്സരിച്ചു. പല വികസന പരിപാടികളും അവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ അടുത്ത് മത്സരിക്കുന്ന 13-ാം വാർഡിലും നിങ്ങളുടെ അകമഞ്ഞ സഹായമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെപ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എൻ്റെ പേര് ഷാജിദ. ഞാൻ 12-ാം വാർഡിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഞാൻ 18 വർഷമായി ആശാ വർക്കർ എന്ന നിലയിൽ എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കൈപ്പത്തി ചിഹ്നത്തിൽ ചെയ്ത് എന്നെ വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് ഒരു വാർഡ് മെമ്പർ എന്ന ഒരു സ്ഥാനത്തോടെ അയക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ 5 വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷക്കാലമല്ല, ഇത്രയും കാലം ഈ വാർഡ് പഴയ 14, ഇപ്പോഴത്തെ പുതിയ 17-ാം വാർഡ് UDFന്റെ മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ളൊരു വാർഡാണ്. ഈ വാർഡ് പറഞ്ഞാൽ പുളിക്കൽ പഞ്ചായത്തിനകത്ത് ഏറ്റവും ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ദുരന്തമായിട്ടുള്ളൊരു വാർഡാണ്. വളരെ ശോചനീയാവസ്ഥയിലുള്ള റോഡുകൾ, നമ്മൾ ആലിങ്ങലിൽ നിന്നും ബഡ്സ് റോഡ്, യാത്രാ സൗകര്യമില്ലാത്ത, രോഗികൾക്ക് പോലും ഒരു ഓട്ടോറിക്ഷ വരാത്ത റോഡുകൾ, എല്ലാ റോഡുകളും നാടുകളും നന്നായി കാലത്ത് ഒരു ഓട്ടോറിക്ഷ പുളിക്കൽ നിന്നോ കൊട്ടപ്പുറത്തുനിന്നോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബഡ്സ് റോഡിലേക്ക് വരില്ല. അതുപോലെ തന്നെ കൊടികുത്തുപറമ്പ് ഹെൽത്ത് സെന്റർ റോഡ്, മക്കക്കാട് റോഡ്, മക്കക്കാട്ടിൽ നിന്നും ആലിങ്ങക്കുള്ള റോഡ്, എല്ലാ റോഡുകളും വളരെ മോശമാണ്. വിജയിച്ചു പോയി എന്നല്ലാതെ ഈ വാർഡ് മെമ്പർ ഈ വാർഡിനകത്തുള്ള ആരും ഇതുവരെ കണ്ടിട്ടില്ല. വളരെ ശോചനീയാവസ്ഥയിൽ കൂടി പോകുന്ന ഈ വാർഡിന് ഒരു മോചനം തന്നെയാണ് നമുക്ക് ആവശ്യം. ഈ കഴിഞ്ഞ 5 വർഷമല്ല, ഈ കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പുള്ള ഒരു വാർഡാണ് തലേക്കര വാർഡ്, അതായത് 13-ാം വാർഡ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ മെമ്പറാണ് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നത്.
ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ വന്നില്ല എന്ന് മാത്രമല്ല, ചെയ്ത എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതേവരെ വോട്ട് ചോദിക്കാൻ വരും ആർക്കും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷം തൊട്ടടുത്ത വാർഡിലെ മെമ്പറാണ് ഇപ്പോൾ ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി അവരുടെ വികസന ചെയ്ത കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അതിന് കഴിയില്ല. കാരണം അത്രക്കും വികസന മുരടിപ്പുള്ള ഒരു വാർഡാണ് തലേക്കര, അതായത് 13-ാം വാർഡ്. പ്രിയപ്പെട്ട വാർഡിലെ സുഹൃത്തുക്കളെ, ഞാൻ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കുട അടയാളത്തിൽ നിങ്ങളെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയക്കണമെന്ന് എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാകാൻ ഉണ്ടായ ഒരു കാരണം, ഈ വാർഡിൻ്റെ ശോചനാവസ്ഥ എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് രൂപം കൊണ്ട കാലം തൊട്ട് ഈ വാർഡ് ഇപ്പം 17-ാം വാർഡാണെങ്കിൽ ഇതിൻ്റെ മുന്നേ 1, 5, 14 എല്ലാം ആയ ഒരു വാർഡാണ്. ആ വാർഡിനകത്ത് കുറേ കാലം ഞാൻ ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഈ വാർഡിൻ്റെ ശോചനാവസ്ഥ എല്ലാ വോട്ടർമാർക്കും ഈ വാർഡിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നത് കൊണ്ടും ഒരു ചേഞ്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് നമ്മൾ ഇപ്രാവശ്യം ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്നെ വോട്ട് നൽകി വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിനകത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഈ വാർഡിനകത്ത് കൊണ്ടുവരുമെന്നുള്ളത് ഈ വാർഡിലെ ജനങ്ങളായ എൻ്റെ സുഹൃത്തുക്കളായ വോട്ടർമാരോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ അഭ്യർത്ഥനത്തിൻ്റെ ഫലമായി തന്നെയാണ് ഞാൻ ഇപ്പോഴും വോട്ട് ചോദിച്ച് ഓരോ വീട് മുഖാന്തരം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അതിൻ്റെ തക്കതായ ഒരു റിസൾട്ട് ഈ വാർഡിനകത്ത് എനിക്കുണ്ടാവുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവരെയും ഇനിയും നേരിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. എല്ലാവർക്കും നന്ദി. വളരെ മോശം ഭരണമാണ് ഈ കഴിഞ്ഞ 5 വർഷം പുളിക്കൽ പഞ്ചായത്തിലുണ്ടായത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് പഴയ 12-ാം വാർഡ് ആൽപ്പറമ്പ് പറഞ്ഞൊരു വാർഡായിരുന്നു. അതിലുണ്ടായിരുന്ന മെമ്പർ കാര്യമായിട്ട് ഒരു ഫണ്ട് പോലും നമ്മളുടെ വാർഡിലേക്ക് എത്തിക്കാൻ നമ്മളുടെ മെമ്പർ ശ്രമിച്ചിട്ടില്ല, മെമ്പർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മളുടെ വാർഡിൽ അവസാന ഘട്ടമായിട്ട് മെമ്പർ ചെയ്ത 2 കാര്യമാണ്. ഒന്ന് കിണറിന് നെറ്റിടലും പിന്നെ ആട് കൊടുക്കലും. അതിൽ ഭൂരിഭാഗം ആടും രോഗം പിടിച്ച് ചത്തുപോയിട്ടുണ്ട്. പോരാത്തതിന് വീടുകളിലുള്ള ആടുകൾക്കും രോഗം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആടുകൾക്ക് കണ്ണില്ലാത്തതുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ വാർഡിലുള്ള സംഗതികളാണ്. അതേപോലെ തന്നെ കിണറിന് നെറ്റിടുക എന്ന് അവർ പറഞ്ഞിട്ടത് സ്ക്രാപ്പിൽ നിന്നും ഇരുമ്പ് വാങ്ങിക്കൊണ്ടെന്ന് ചെറിയ പൈസക്ക് ചെയ്തിട്ട് ബാക്കി പൈസ മുഴുവൻ ഈ ഫണ്ട് അതിന്റെ ബാലൻസ് ഫണ്ട് മുഴുവൻ ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, നമ്മളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്ന വ്യക്തിയാണ് ഈ ഫണ്ടുകളൊക്കെ ദുരുപയോഗം ചെയ്തതും ഈ വാർഡിനെ നശിപ്പിച്ചതും. അതുകൊണ്ട് ഇതേമാതിരത്തെ വ്യക്തികളെയാണ് നമ്മൾ ഇനിയും കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാർഡിലുള്ള ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു ഫണ്ട് പോലും മര്യാദയ്ക്ക് ജനങ്ങളിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ മുജാഹിദ് പാണ്ടികശാല, പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് പൗരബസാറിൽ നിന്നും ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തുടക്കക്കാരനാണ്. എന്നിരുന്നാലും ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയും ഞാൻ എന്നെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഹോരാത്രം പരിശ്രമിക്കുമെന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു 5 വർഷം ഈ വാർഡിൽ മെമ്പറായിരുന്നാൽ എന്നെ ഒരു 5 വർഷത്തെ ഭരണം കൊണ്ട് ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരിക എന്നുള്ളതാണ്. എൻ്റെതായ കയ്യൊപ്പോടുകൂടി ഭാവി തലമുറക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു പ്രധാന വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടി എന്നും ഞാൻ പ്രവർത്തിക്കും. അതുപോലെ തന്നെ യുവാക്കൾക്കും പ്രായമായുള്ളവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിനും മതമൈത്രിക്കും മുൻതൂക്കം നൽകി നമ്മുടെ നാടിനെ അഭിമാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ.
അതിന് എനിക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരുടെയും എല്ലാ പിന്തുണയും സഹായവും വോട്ടും ഈ ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് ജനങ്ങളാണെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം PN മുജാഹിദിന് നൽകിക്കൊണ്ട് എന്നെ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആമിന അബ്ദുൽ മജീദ്, പുളിക്കൽ പഞ്ചായത്ത് 24-ാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ്. എന്റെ ചിഹ്നം കോണിയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പുളിക്കൽ പഞ്ചായത്ത് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുന്നതിനും ഈ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടക്കത്തിനും വേണ്ടി നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. മുൻ UDF മെമ്പർ K അബ്ദുൽ മജീദ് നമ്മളെ ഈ വാർഡിൽ ചെയ്തു വെച്ച ഒരുപാട് വികസന നേട്ടങ്ങളുണ്ട്. ആ വികസന നേട്ടങ്ങൾ ഇതുവരെ പൂർത്തിയാക്കാൻ ഈ വാർഡിന്റെ വലിപ്പം വിസ്തൃതിയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഈ വാർഡ് 21 വാർഡ് വലിയൊരു വാർഡാണ് ഈ 21-ാം വാർഡ്. അതിന് പിന്തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ആമിന അബ്ദുൽ മജീദിനെ കോണി അടയാളത്തിൽ വിജയിപ്പിക്കണമെന്നും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫസീല അബ്ദുൽ നാസറിനെ കോണി അടയാളത്തിൽ വിലപ്പെട്ട വോട്ടുകൾ നൽകിക്കൊണ്ട് ഈ വാർഡിൻ്റെ വികസനത്തിനും ഇതിനും വേണ്ടിയിട്ട് വളരെയധികം വിലയേറിയ വോട്ടുകൾ നിങ്ങൾ കോണി അടയാളത്തിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം സജിനി ഉണ്ണിക്ക് കോണി അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ റസീന നൌഷാദ്, പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് കലങ്ങോട് 10-ാം വാർഡിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കുട അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് 57 വർഷക്കാലം UDF ഭരിച്ചിരുന്ന പഞ്ചായത്തായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം LDFന്റെ ഭരണമായിരുന്നു. അതിൻ്റെ ഭാഗമായ ഒരു മെമ്പറും കൂടിയാണ് ഞാൻ. 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ വാർഡായ കലങ്ങോട് വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് സമസ്ത മേഖലയിലും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ മത്സരിക്കുന്ന റസീന നൌഷാദിനെ കുട അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ പേര് അസീന. ഞാൻ പുളിക്കൽ പഞ്ചായത്ത് കലങ്ങോട് വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഏവരുടെയും വിലയേറിയ വോട്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. എന്റെ പേര് ഖദീജ. ഞാൻ കൊണ്ടോട്ടി ബ്ലോക്കിലെ കൊട്ടപ്പുറം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ KO നൗഫൽ മാസ്റ്റർ 16-ാം വാർഡ് കൊടികുത്തിപ്പറമ്പിൽ മത്സരിക്കുന്നു. വാർഡിന്റെ സമഗ്ര വികസനത്തിനും ക്ഷേമത്തിനു വേണ്ടി എന്നെ വിജയിപ്പിക്കുക. എൻ്റെ അടയാളം ചുറ്റികരകൾ നക്ഷത്രമാണ്. എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുളിക്കൽ പഞ്ചായത്തിൽ 5 വർഷം ഭരണസമിതി വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വികസന കാര്യങ്ങളും ഈ പഞ്ചായത്തിൽ നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിന് പ്രധാനമായ കാരണം എന്തെന്ന് വെച്ചാൽ ഈ കോറി മാഫിയകളുടെ പൈസ വാങ്ങിയിട്ടാണ് അവർ അധികാരത്തിലേറിയത്. അവർ കാശ് കൊടുത്താണ് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങിയത് എന്നുള്ള ധാരണയോട് കൂടി വികസനം നടത്താനുള്ള ഒരവസരം അവർ വിനിയോഗിച്ചിട്ടില്ല എന്നാണ് പറയാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുളിക്കൽ പഞ്ചായത്തിൽ ഈ കലങ്ങോട് വാർഡിൽ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ചെമ്മലപ്പറമ്പ് ആൽക്കപ്പറമ്പ് റോഡ്. ആ റോഡ് ഇന്ന് വളരെ ശോചനീയാവസ്ഥയിലാണ് എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ആ റോഡ് നന്നാക്കിയിരുന്നത്. ഈ പ്രാവശ്യം റോഡ് വളരെ മോശമാണ്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ വീടുകൾ കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പല കാലങ്ങളിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ അവർക്ക് സാധിക്കാത്ത ഒരവസ്ഥ വരികയുണ്ടായി. ഇതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് 2 അംഗൻവാടികൾ ഉണ്ടായിരുന്നു. ആ 2 അംഗൻവാടികളും അതിൻ്റെ മുമ്പ് നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിലേക്കൊരു നല്ലൊരു സ്മാർട്ട് അംഗൻവാടിയാക്കാൻ പോലും അവർക്ക് സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. വളരെ മോശമായ ഒരവസ്ഥ ഉള്ളത് കൊണ്ട് ജനങ്ങളൊക്കെ വളരെ പ്രയാസത്തിലാണ്. ഞങ്ങൾ വളരെ ഈ ഇലക്ഷനിൽ അത് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് എൻ്റെ വാർഡായ കോമ്പറമ്പ് ഏരിയ. കോമ്പറമ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കഴിഞ്ഞ വർഷം ഒരു വോട്ട് ചോദിക്കണ സമയത്ത് ആ വാർഡിൽ ആ ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോൾ
ഒരു സ്ഥലത്തുനിന്ന് ഒരു കിണർ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കോമ്പറമ്പ് ഏരിയ എന്ന് പറഞ്ഞത്. ഒരു ഉള്ള കിണറിന്ന് വെള്ളം തലയിൽ വെച്ച് കൊണ്ടുപോയിട്ട് എത്രയോ ദൂരം താണ്ടിയിട്ടാണ് അവര് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ അത് ഏറ്റവും വലിയൊരു എന്നെ സംബന്ധിച്ച് അതൊക്കെ കണ്ടപ്പോ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി. എന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയിട്ടുണ്ട്. കാരണം അത്രക്ക് ഭയാനകമായ ഒരു നിമിഷമായിരുന്നു അവരത്. ഒരു വെള്ളത്തിന് വേണ്ടി അലിഞ്ഞു തിരിഞ്ഞ് എത്രയോ താണ്ടി നടന്ന് പിന്നീട് അത് ഞാൻ പിന്നെ ഒരു മെമ്പറായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും ആദ്യം ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു ഈ ഒരു കുടിവെള്ളത്തിന്റെ കാര്യം. അതിനുശേഷം പിന്നെ ബ്ലോക്കിൽ നിന്ന് ഫണ്ട് സലാഹിന്റെ പിന്നെ ഫണ്ട് വകയിരുത്തി ഒരു 14.5 ലക്ഷത്തിന് അവിടെ വലിയൊരു കിണർ അവിടെ പണിതിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അതൊരു ഉപകാരമായിട്ടുണ്ട്. മാത്രല്ല എൻ്റെ വാർഡില് ജലജീവൻ പദ്ധതിയിൽ പിന്നെ എല്ലാ വീട്ടിലും ഒരു വീട് പോലും ഒഴിവാക്കാണ്ട് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ ഇങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അംഗനവാടി ഇപ്പോ അംവാർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 അംഗനവാടിയുള്ളത്. ഈ 2 അംഗനവാടികളും നിങ്ങൾക്കൊന്ന് പോയി നോക്കിയാൽ അറിയാം, സ്മാർട്ട് ആക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല മനോഹരമായ നമ്മുടെ മക്കൾക്ക് ഇന്ന് പിന്നെ അവിടെ പഠിച്ച് വളരാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ലൈഫ് വീട്, നമുക്കറിയാം ലൈഫ് വീട് ഇതിന്റെ വാർഡില് 25-ലേറെ ആളുകൾക്ക് ലൈഫ് വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 18 വീടുകളിലടുത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല വീടുകളാണ്. നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും പോയി നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. പിന്നെ പുതിയ റോഡുകൾ, അതായത് പുതിയ റോഡുകൾ നമ്മൾ ആസ്തിക്ക് ചേർത്തിയിട്ട് ആ റോഡിന്റെ ഒരുവിധം പണികളൊക്കെ കഴിച്ചിട്ടുണ്ട്. റോഡാണെങ്കിൽ കുടിവെള്ളം, ലൈറ്റ്, മിനിമാസ് ലൈറ്റ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകരുടെ അടിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം, ജാതി, മതം ഇതൊന്നും നോക്കാതെയാണ് എൻ്റെ വാർഡിൽ ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ മത്സരിക്കുന്നത് ഒരു ജനറൽ സീറ്റിലായിട്ടാണ് മത്സരിക്കുന്നത്. ആളുകളുടെ ഒരു സമീപനം അല്ലെങ്കിൽ ആളുകളുടെ പിന്നെ എന്നോട് നിൽക്കാനുള്ള ഒരു അവർക്ക് എന്നോടുള്ള ഒരു ഇഷ്ടം തന്നെ പറയാം. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വാർഡിൽ ഞാൻ മത്സരിക്കുന്നത്. ആലക്കപ്പറമ്പ് 8-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഷംല ഷെരീഫ് എന്ന എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ CK അബ്ദുറഹ്മാൻ, പുളിക്കൽ പഞ്ചായത്ത് 17-ാം വാർഡ് പാണ്ടിയാട്ടം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. ഈ വാർഡിൽ ഞാൻ കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ കോണി അടയാളത്തിൽ എനിക്ക് രേഖപ്പെടുത്തണം. ഈ വാർഡിൻ്റെ വികസനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഈ വാർഡിൽ മുൻ മെമ്പർ ചെയ്തു വെച്ച UDFന്റെ മുമ്പർ ചെയ്തു വെച്ച വികസന കാര്യങ്ങൾ ഇനിയും തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകളൊക്കെ എല്ലാവരും കോണി അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പുളിക്കൽ പഞ്ചായത്തിലെ 18-ാം വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് ജാതി മത ഭേദമെന്ന വ്യത്യാസമില്ലാതെ സന്തുലിതമായി എല്ലാവരെയും കാണുന്ന ഒരു സാരഥിയാണ് നമുക്ക് ഈ വാർഡിന് ആവശ്യം. ഇതിനനുയോജ്യമായൊരു സാരഥി ജമീല ഫാറൂൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുളിക്കൽ പഞ്ചായത്ത് 18-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൊടയടയാളത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടു കൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൃത്യമായി ഒരു ഭരണ നേട്ടം കഴിഞ്ഞ 5 വർഷക്കാലമായി പുളിക്കൽ പഞ്ചായത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. കാരണം നിങ്ങൾക്കറിയാം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പുളിക്കൽ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുന്നത്. ആ ഭരണം കയ്യിൽ കിട്ടിയിട്ടും ഞാൻ പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ ഭരണം ഇടതുപക്ഷത്തിനാണ്, പഞ്ചായത്തിന് ഭരണം ഇടതുപക്ഷത്തിനാണ്. ഈ 2 സാഹചര്യം ഒത്തുവന്നിട്ട് ഈ പഞ്ചായത്തിൽ പറയത്തക്കവണ്ണം ഒരു വികസനവും കൊണ്ടുവന്നില്ല എന്നതാണ്. ഇവിടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിനകത്ത് ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചില്ല എന്നതാണ്. ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സാധാരണക്കാരും പൊതുജനങ്ങളൊക്കെ അനുഭവിക്കുന്നത് മാലിന്യ പ്രശ്നമാണ്. ആ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, പുറത്തു നിന്നുള്ള മാലിന്യം വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു കേന്ദ്രം ഡംപ് ചെയ്യുന്നൊരു പ്രദേശമായി പുളിക്കൽ പഞ്ചായത്ത് മാറി എന്നതാണ്. 2, ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളുള്ള അല്ലെങ്കിൽ കായിക സ്നേഹികളുള്ള ഒരു പ്രദേശമാണ് പുളിക്കലും പരിസരങ്ങളൊക്കെ. അവിടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് കായിക രംഗത്ത് ഒരു വികസനവും കൊണ്ടുവന്നില്ല എന്നതാണ്. ഒരു സ്റ്റേഡിയം കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ 5 വർഷമായി ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സംസ്ഥാനം ഭരിക്കുന്ന സ്പോർട്സ് വകുപ്പ് മന്ത്രി ഈ മലപ്പുറം ജില്ലക്കാരനാണ്, പുളിക്കൽ പഞ്ചായത്ത് ഭരിക്കുന്ന LDF ആണ്. ആ മന്ത്രിയുടെ അടുത്ത് പോയി സമ്മർദ്ദം ചെലുത്തി 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ലഭിച്ച ഒരു പഞ്ചായത്തിനകത്തൊരു സ്റ്റേഡിയം വരണമെന്ന ആവശ്യം ഉന്നയിക്കാൻ പോലും ഇവർക്ക് സാധിച്ചില്ല എന്നതാണ്. അതേസമയം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ കേന്ദ്രമായി മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് തവണ വിജിലൻസ് സ്ക്വാഡുകൾ വന്നിറങ്ങി നിരവധി അഴിമതികൾ നേരിട്ട് പിടിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതുമാത്രമല്ല,
ഇടതുപക്ഷത്തിന്റെ കൂടി തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള CPIയുടെ നേതാവ് ഇവിടുത്തെ അഴിമതിക്കെതിരെ പഞ്ചായത്തിന് മുന്നിൽ സമരം ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇടതുപക്ഷ അനുഭാവിയായ ഒരു മനുഷ്യൻ പഞ്ചായത്തിനകത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പറയത്തക്ക വികസനവും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന്റെ തികഞ്ഞ പരാജയമായി ഞങ്ങൾ വിലയിരുത്തപ്പെടുന്നു. ഇതിനെതിരെ, ഈ വികസന മുരടിപ്പിനെതിരെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണാവസരം തീർച്ചയായിട്ടും അവർ ഉപയോഗപ്പെടുത്തും. ഇടതുപക്ഷത്തിന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുളിക്കലിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5 വർഷ ഭരണകാലത്തിന്റെ കുതിപ്പും കിതപ്പും ഈ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ നേരിട്ടറിഞ്ഞു. നേട്ടങ്ങളുടെ പെരുമ്പറ മുഴക്കവും പരാതികളുടെ ബാണ്ടക്കെട്ടുകളും ഞങ്ങൾ കണ്ടറിഞ്ഞു. നാടിന്റെ വികസന കുതിപ്പിന് മുതൽക്കൂട്ടാകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ഭരണസിരാകേന്ദ്രത്തിലേക്ക് അയക്കുക. നന്ദി.